പണ്ടൊക്കെ നാട്ടിൽ വെച്ച് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ വെച്ച് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയുമായിരുന്നു, എടാ വല്ല അമേരിക്കയെ വല്ല പാട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു പറയുക. പക്ഷേങ്കിൽ ഇപ്പോൾ അമേരിക്ക വന്ന് വർഷങ്ങൾക്ക് ശേഷം വന്നതിന് ശേഷമല്ലേ നമുക്കിത് മനസ്സിലാകുന്നത്. സത്യമായിട്ടും ചെറുപ്പത്തിൽ പറഞ്ഞത് സത്യമായിരുന്നു. കാരണം അമേരിക്കക്കാർ മൃഗങ്ങളെ സ്നേഹിക്കുന്ന പോലെ എനിക്കറിയില്ല വേറെ ഏതൊക്കെ രാജ്യക്കാർ സ്നേഹിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ഇതിച്ചിരി കൂടുതലായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഇവർ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് കണ്ടാൽ നമുക്ക് സ്വന്തം മക്കളേക്കാൾ കൂടുതലും മൃഗങ്ങളെയാണ് സ്നേഹിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന പൈസ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഞാനിപ്പോൾ രാവിലെ ഇത് നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആനിമലിൻ്റെ ഒരു അഡോപ്ഷൻ സെൻ്ററുണ്ട്. ഈ ആനിമൽ അഡോപ്ഷൻ സെൻറ്ററിൽ അവിടെ നമ്മുടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടിരുന്ന ഈ ആനിമലിനെയും പട്ടിയും പൂച്ചേനെയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനായിട്ട് അനുവദിക്കത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ പെറ്റ് സ്മാർട്ടിലോട്ട് പോവുകയാണ്. ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ള ഒരു കടയാണ്. ഈ കടയിലോട്ട് കയറി ഞാൻ നിങ്ങളെ കാണിക്കാം അമേരിക്കൻസ് പട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാണിക്കാമേ. നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്നത് പട്ടിയുടെ ബെഡുകളും പൂച്ചയുടെ ബെഡുകളുമായി ഇരിക്കുന്നത്. ഈ സെക്ഷൻ മൊത്തം പട്ടിയുടെയും പൂച്ചയുടെയും ബെഡുകൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിന് കളിക്കുന്ന ടോയ്കൾ ഇത് കണ്ടില്ലേ? പട്ടിക്കും പൂച്ചയ്ക്കും കളിക്കുവാനുള്ള ടോയ്കൾ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ കേട്ടക്കോ ഇതൊരു ഭയങ്കര കടയാണ് കേട്ടോ. നമുക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ല, ലീഷും കാര്യങ്ങളൊക്കെയാണ്. പട്ടിയുടെ സ്കോളർ കണ്ടില്ലേ? പട്ടിയെ വെച്ചുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകുന്ന പോലെ തന്നെ വെച്ചുകൊണ്ട് പോകുന്ന സാധനം. ഇതുപോലെ എന്തോ ഒരു ഭയങ്കരമായ ഒരു കടയാന്ന് നോക്കിയത്. പട്ടിയുടെ ഫ്രോസൺ ഫുഡുകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കും. ഇതെല്ലാം പട്ടിയുടെ ഫുഡുകളാണ്. ഇത് കണ്ടില്ലേ? കിളിയെ കണ്ടില്ലേ? നമുക്കിതിനെ മേടിക്കാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ട് ഇനി $749 ഒരു കിളിയുടെ വില. എൻ്റെ ദൈവം തമ്പുരാൻ, ഇതെല്ലാം കിളിയുടെ ഫുഡിൻ്റെ ഏരിയ. അങ്ങനെയാണ് അവർ മൃഗങ്ങളെ സ്നേഹിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവരുടെ ജീവിത രീതികളും. ഇതാണ്ട് കിടക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ. പൂച്ചക്കുഞ്ഞുങ്ങൾ ഇതിന് നല്ല വിലയായിരിക്കും. ഇതിൻ്റെ അകത്ത് 2 പൂച്ചക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. പൂച്ചയുടെ കൂടുകൾ. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് പൂച്ചേനെ ഇങ്ങനത്തെയുള്ള കൂടിലിട്ട് ഇത് അടച്ച് അതിൻ്റെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെക്കേഷന് പോകാമെന്ന് വെച്ചു, 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് വെക്കേഷന് പോവുകയാണെങ്കിൽ നമുക്ക് പട്ടിയുടെ ഡേ കെയർ ഉണ്ട്. നമുക്ക് പട്ടിയുടെ ഡേ കെയർ അത് ഭയങ്കര രസമാണ് കേട്ടോ. പട്ടിയുടെ ഡേ കെയർ നമുക്ക് ഈ പിള്ളേരെയും ഒക്കെ സ്കൂളിൽ ഡേ കെയറിന് വിടുന്നു പറഞ്ഞാൽ പട്ടിയുടെ ഡേ കെയർ ഉണ്ട്. പട്ടിയുടെ ഡേ കെയറിൽ കൊണ്ട് അതിനെ വിടാം. അതിനെ വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിനൊരു എമൗണ്ട് ഉണ്ട്. ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് കാണാനായിട്ട്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രാജ്യത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു വയ്ക്കുന്നത്. ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്താണ് പട്ടിയുടെ ഗ്രൂമിങ്, അതിൻ്റെ മുടി വെട്ടുക, അതിൻ്റെ എല്ലാം ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് വീഡിയോയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. പട്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ മുടി വെട്ടുന്നതും പരിപാടിയും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ. പിന്നെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടിയുടെ പേരിപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടിയുടെ പേരിപ്പം എന്തെങ്കിലും ഒരു പേര്, ഇപ്പം ബേബി എന്നായിക്കോട്ടെ, ബേബി എന്നാണെന്നുണ്ടെങ്കിൽ ആ പട്ടിയുടെ പേര് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പട്ടിയുടെ പേരിൽ ലാസ്റ്റ് നെയിം നമ്മുടെ ഇടണം. ഇപ്പം എൻ്റെ ലാസ്റ്റ് നെയിം മാത്യു ആണ്. അപ്പോൾ മാത്യു ഇടുമ്പോഴത്തേക്ക് ബേബി മാത്യു എന്നായിരിക്കും ഇവിടെ പേര് കൊടുക്കേണ്ടത്.
അങ്ങനെ വരുമ്പം പട്ടിയെ അവർ മുടി വെട്ടിക്കാനും കൂടെ പറിക്കാനൊക്കെ പോയിട്ട് തിരിച്ച് നമ്മളെ വിളിക്കുന്നത് ബേബി മാത്യു. അപ്പം നമ്മൾ പോയി പിക്കപ്പ് ചെയ്യണം. ഭയങ്കര രസകരമായ സംഭവങ്ങളാണ്. മീനിനെ മേടിക്കാം കേട്ടോ. വലിയ അക്വേറിയം ഉണ്ട്, അക്വേറിയം മേടിക്കാം നമുക്കിവിടെ. പലതരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇപ്പം 50% ഓഫ് ഇട്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ട്രെയിനിങ് ക്യാമ്പ്, സ്ട്രെസ്ലെസ്, പ്രൈവറ്റ് സെക്ഷന്, എന്തെല്ലാം പരിപാടി. ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ $149. 6 വീക്സിലേക്ക് വേറെ 159. 6 classes for packages, 3 classes value package, ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പട്ടിക്ക് വേണ്ടി തന്നെ നമ്മുടെ വാൾമാർട്ട് പോലത്തെയോ അല്ലെങ്കിൽ വലിയ വലിയ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോലത്തെയോ അങ്ങനെ വലിയ കടകളാണ് പട്ടിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നുന്ന മനുഷ്യൻ്റെ അർജൻറ്റ് കെയർ ഉണ്ട്. മനുഷ്യനൊരു അസുഖം വന്നാൽ എമർജൻസിക്ക് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ അല്ലാതെയുള്ള അർജൻറ്റ് കെയറുകളുണ്ട്. ഈ അർജൻറ്റ് കെയറിനേക്കാൾ കൂടുതലും ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ഈ ആനിമൽ ക്ലിനിക്കുകളാണ്. ആനിമൽ ക്ലിനിക്കും ഇതുപോലെ തന്നെ പെറ്റ് സ്റ്റോറുകളും ഈ പട്ടിയുടെ പെറ്റ് സ്റ്റോറുകളുമാണ് ഇവിടെ ഏറ്റവും കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ പറയുമായിരുന്നത് പോലെ തന്നെ അമേരിക്കയിൽ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് എത്രയോ സത്യമാണെന്ന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും.